ഹലോ അസ്സലാമു ഇതെൻ്റെ വീടാണ്. ഇന്ന് ചെറിയ പെരുന്നാളാണ്. എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് നിമിഷങ്ങൾ പെട്ടെന്നൊന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അൽഹംദുലില്ലാഹ് രാവിലെ തന്നെ എഴുന്നേറ്റു, സുബഹ് നമസ്കരിച്ചു. അതിനുശേഷം ഒരു ഭയങ്കര സന്തോഷമായി. ഈ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് നമുക്കങ്ങോട്ട് റംസാനിൽ നമ്മൾ മനസ്സങ്ങോട്ട് മാറിയിട്ടുമില്ല, പക്ഷെ പെരുന്നാളിന് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു മനസ്സും അങ്ങോട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, നല്ല ലാവൻഡറിൻ്റെ എന്താ പറയേണ്ടത് ഫ്രാഗ്രൻസ് ഉള്ള എല്ലാം ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചു. വീടൊക്കെ അത്യാവശ്യം ഒന്ന് അടുക്കി പറക്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്ന് പറയുന്നതും വീട് മൊത്തത്തിൽ ഒന്ന് മണങ്ങൾ കൊണ്ട് നിറയ്ക്കുക എന്ന് പറയുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നൊക്കെ ഒന്ന് ഓടിപ്പാഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് നേരെ ഇനി നമ്മൾ പോകുന്നത് എവിടേക്കാ? നമ്മുടെ അങ്കത്തട്ടിലേക്ക്. ഏതാ അങ്കത്തട്ട്? മാഷാ അല്ലാ. രാത്രി കിടക്കുന്നതിന് മുന്നേ എപ്പോഴും നമ്മുടെ കിച്ചൺ ഇതുപോലെ എന്നല്ല ഇതിനേക്കാളും ഒക്കെ വൃത്തിയാക്കാൻ പറ്റും. ഇതുപോലെ ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങി. പക്ഷേ രാവിലത്തെ ഫുഡ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കുന്നില്ല. രാവിലെ അപ്പം ഉണ്ടായിരുന്നു, കുറച്ച് ഒറട്ടി ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ചെയ്തതുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഓൺ സുലൈമാനി ഉണ്ടായിരുന്നു. ചായയൊക്കെ ഇട്ടു. അതിനുശേഷം നേരത്തെ തന്നെ ഞാൻ ബിരിയാണിയുടെ പണികൾ തുടങ്ങി കേട്ടോ മക്കൾസെ. കാരണം നല്ല നോമ്പിൻ്റെതായ ക്ഷീണമുണ്ട്. അപ്പോൾ പെട്ടെന്ന് പണികൾ തീർക്കാമല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ ബിരിയാണിയുടെ പണികൾ തുടങ്ങി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പ്രാവശ്യം എടുത്തത് ഇന്ത്യ ഗേറ്റിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ബിരിയാണി റൈസാണ്. പോളി റൈസായിരുന്നു കേട്ടോ. അതിനായിട്ട് തന്നെ ഇന്നലെ ഞാൻ തിരഞ്ഞ് പോയെന്നുള്ള റിലയൻസ് മാളിൽ നിന്നാണ് ഞാനത് മേടിച്ചത്. നമ്മുടെ ബിരിയാണിയുടെ കുറുമയൊക്കെ സെറ്റാക്കി, അതിന് ബിരിയാണിയും സെറ്റായി. എല്ലാം പെട്ടെന്നാണ് കേട്ടോ. നിങ്ങൾ അധികം അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. പോളി ബിരിയാണി, നമ്മൾ പെരുന്നാളിനൊക്കെ വയ്ക്കുന്ന ബിരിയാണിക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്തെങ്കിലും നമ്മൾ കൊടുക്കണം. അതിൽ റൈസിലോ അതിൽ മസാലയിലോ ഒക്കെ ഒരു മാറ്റം വരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിക്കും എന്തൊക്കെയോ സംതിങ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് വെറുതെ പൊങ്ങച്ച പറയുന്നതല്ല കേട്ടോ, സത്യമായിട്ട് പറയുന്നതാണ്. കൊള്ളില്ലെങ്കിൽ ഞാൻ തന്നെ പറയും കൊള്ളില്ല എന്ന്. അങ്ങനെ വർക്കേരിയിലാണ് ഇത് വെച്ചിരിക്കുന്ന സംഭവം കേട്ടോ. അങ്ങനെ മോനാണ് ലെഗ് പീസ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണ് നമ്മൾ ലെഗ് പീസ് കൂടുതലും കൊടുക്കാറുള്ളത് അല്ലേ. നമ്മുടെ അദ്ദേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും. നമ്മുടെ മക്കൾസിൻ്റെ രണ്ടുപേർക്കാണ് ലെഗ് പീസൊക്കെ എടുത്തു. ഇത് നമ്മുടെ ഡേറ്റ്സ് അച്ചാറാണ്, മരുമകൾ പൊട്ടിയിട്ടതാണ്. പിന്നെ നല്ലൊരു സലാഡാക്കി. ഒരു എന്താ പറയേണ്ടത്, നമ്മൾ പെരുന്നാളിൻ്റെ ഒരു ഫുഡ് നമുക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ ചൂടത്തുള്ള നോമ്പെന്ന് പറഞ്ഞതേ ഭയങ്കര ഒരു സഹനമായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ മോനാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അവരൊന്നും ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരാൻ താല്പര്യമുള്ളവരല്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു, ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ഒന്ന് ഡേറ്റ്സ് അച്ചാറ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇന്നലെ ഇട്ടതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് ബിരിയാണിയുടെ കൂടെ ഡേറ്റ്സ് അച്ചാറും കൂടെ ഉണ്ടെങ്കിലേ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ട എടുക്കാൻ മറന്നു കേട്ടോ. മുട്ട മിസ്സിങ് ആണ്. മുട്ട പിന്നെ നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ പടച്ചവനോട് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ച് കാണും, റെസ്റ്റിലായിരിക്കും, പുറത്ത് ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോയി കാണുമെന്ന് പറയാം. ഞാനും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം എൻ്റെ കുഞ്ഞുമാടെ വീട്ടിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ തൽക്കാലം ബൈ പറയുന്നു. നിങ്ങളെല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു വിശ്രമിക്കുകയാണോ എന്തോന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു